ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് ആയാലോ? പുലർച്ചയോട് കൂടി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അങ്ങനെ വെളിച്ചൊക്കെ വന്നു. വണ്ടിയിൽ ഫുൾ ആദ്യം ഉറക്കമായിരുന്നു, പിന്നെ എല്ലാവരും നല്ല ആക്റ്റീവായി. കാന്തല്ലൂർ മറയൂർ വഴിയാണ് കേട്ടോ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഗാർഡനും പിന്നെ ശർക്കര ഫാക്ടറി അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ മുന്നേ ഇട്ടിരുന്നു. അങ്ങനെ നമ്മൾ അതിലൂടെയൊക്കെ കറങ്ങി മുനിയറയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. മുനിയറയിലെ വിശേഷം എല്ലാവർക്കും അറിയില്ലേ? മുനിമാർ തപസ്സിരുന്ന സ്ഥലമാണെന്നും അതുപോലെ ഗോത്രവർഗക്കാരെ സംസ്കരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിലൂടെയൊക്കെ കറങ്ങി. നല്ല വിശാലമായൊരു സ്ഥലമാണ് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അങ്ങനെ വിധു അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, ഒരു അറ പോലെയൊക്കെ ഫീൽ ചെയ്യുക. അതാണ് മുനിയറ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. ഇനി പോകുന്നത് നല്ല അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്, ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ്. കുറച്ച് നടക്കാനുണ്ട്, എന്നാലും അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നു. അപ്പോൾ പോകുമ്പോൾ ചെറിയ വാട്ടർഫോളുകളൊക്കെ കാണാനുണ്ട്. നല്ല രസം കേട്ടോ. നമുക്ക് നല്ല ആർക്കും ഇഷ്ടപ്പെടും, അങ്ങനെ കണ്ടു നിൽക്കാൻ തോന്നും. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കറക്റ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാതെ പോവരുതാരും. മൂന്നാറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആവുന്നത് നമ്മൾ മറയൂർ വഴി പോവുകയാണെങ്കിൽ നവംബർ ഡിസംബർ സീസണിലായിരുന്നു ഞങ്ങൾ പോയത്. ആ ഒരു ടൈമിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഞങ്ങൾ കുറേ നേരം വെള്ളത്തിൻ്റെ അടിയിലൊക്കെ നിന്നു. അങ്ങനെ അടിപൊളിയായി കുറേ നേരം എൻജോയ് ചെയ്തു, ഫോട്ടോ എടുത്തു. സൂപ്പറായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. ആരും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുതേ. മൂന്നാറെത്തി. മൂന്നാറിലെ ഒരു റിസോർട്ടിലാണ് ഇന്നത്തെ സ്റ്റേ വരുന്നത്. അപ്പോൾ നല്ല സെറ്റപ്പാണ്. ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിൽ. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് എന്താ പറയുക, വെള്ളത്തിലൊന്ന് അർമാദിച്ച് അങ്ങനെ ഞങ്ങൾ കയറി എല്ലാവരും മേല് കഴുകി ക്യാമ്പ് ഫയറിന് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് തിമർത്ത് മറഞ്ഞു എല്ലാവരും. അടിപൊളിയായിരുന്നു ക്യാമ്പ് ഫയർ കേട്ടോ. അങ്ങനെ മൂന്നാറിൽ പിറ്റേ ദിവസം രാവിലെ കൊളുക്കുമലയ്ക്ക് വിട്ടാലോ എന്നുണ്ടായിരുന്നു. പക്ഷെ ജീപ്പിൻ്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് കൊളുക്കുമല പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായി റൂമിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് കുണ്ടല ഡാമിലാണ് കേട്ടോ.
വർക്കല ഡാമിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടന്നു. കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. അങ്ങനെ നല്ല സെറ്റപ്പാണ്. കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ടാണ് ബോട്ടിങ് വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ തിരിച്ചു വിട്ടോ ഗൈസ്. അങ്ങനെ മൂന്നാറിൻ്റെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. അപ്പോൾ അതാ ഗൈസ് പടയപ്പ നിൽക്കുന്നു. പടയപ്പല്ല, വേറെ ഏതൊക്കെ കാട്ടാനകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയൊക്കെ അവിടെ നിർത്തി കാട്ടാനകളെയൊക്കെ കണ്ട് പിന്നെയും യാത്ര തുടർന്നു കേട്ടോ ഗൈസ്. അങ്ങനെ വണ്ടിയുടെ ഉള്ളിലും ഗംഭീര കളിയായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതിൻ്റെ കോലാഹലമാണ് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഉള്ളിലെ കളി പോരാഞ്ഞിട്ട് കുറച്ച് നേരം പുറത്തു ആവാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് നന്നായി കമ്പനി തരുന്നുണ്ട് കേട്ടോ വേറെ വണ്ടിയിലുള്ള കുട്ടികളൊക്കെ. അങ്ങനെ കുറച്ച് നേരം റോഡ് സൈഡിൽ നിന്ന് എന്താ പറയുക ആടിത്തിമർത്തും. നല്ല സപ്പോർട്ടാണ് കേട്ടോ പിള്ളേരൊക്കെ. അങ്ങനെ കുറച്ച് പിള്ളേർ അതിലേ വന്നിരുന്നു. അപ്പോൾ അവരും നമ്മുടെ കൂടെ കൂടി. അങ്ങനെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാം വഴിയൊക്കെ പോയിട്ട് അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ എലിഫൻറ്റ് പാർക്കിലെത്തി കേട്ടോ. അമൽഗിരി എലിഫൻറ്റ് പാർക്ക് അതാണ് പേര്. അപ്പം ഞങ്ങൾ അതിൻ്റെ പ്രവേശന കവാടത്തിലൂടെ അങ്ങോട്ട് കടക്കുകയാണ്. ഏറെ പ്രതീക്ഷകളുമായാണ് പോയത്, പക്ഷേ ഒന്നും നടന്നില്ല. 5 മണിക്ക് ശേഷം ആയതുകൊണ്ട് അവർ ടിക്കറ്റൊക്കെ ക്ലോസ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റിയില്ല. കുറച്ച് നേരം അവിടെ പോയി നിന്ന് അവരൊക്കെ പോകുന്നത് കണ്ട് സംതൃപ്തി അടഞ്ഞു ബേസ്. ശരിക്കും എന്താണ് അപ്പോൾ മനസ്സിൽ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചില സ്ഥലത്തൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത സമയം കളഞ്ഞു. അതുകൊണ്ട് ഇത് മിസ്സായി. അതാണ് ഉണ്ടായത്. നമ്മൾ കറക്റ്റായൊരു പ്ലാനിങ്ങിൽ പോവുകയാണെങ്കിൽ സെറ്റാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ചായയോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ആയാലോ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി. ആദ്യം കാണുന്നത് എൻ്റെ കസിൻസാണ്. പിന്നെ മേമയും അമ്മയും വണ്ടിയിലാണ്. മൂത്ത ചേച്ചി ഹസ്ബൻഡ്, രണ്ടാമത്തെ ചേച്ചി ഹസ്ബൻഡ്. അച്ഛൻ പോകുന്നില്ല, മൂന്നാർ തണുപ്പാവുകൊണ്ട്. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും. ഇനി നമ്മൾ പോകുന്നത് ബ്ലോസം ഹൈഡ്രൽ പാർക്കിലേക്കാണ് കേട്ടോ. നേരം ഇരുളാൻ തുടങ്ങി. ഞങ്ങളപ്പോൾ നടക്കുകയാണ് കേട്ടോ പാർക്കിൻ്റെ ഉള്ളിലേക്ക്. നല്ല വലിയ പാർക്കാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഞങ്ങൾ മെല്ലെ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി. മൂന്നാർ യാത്ര ഏതാണ്ട് അവസാനിക്കാറായി. ഞങ്ങൾ വണ്ടിയിൽ കയറി. നല്ല മഞ്ഞാണ് കേട്ടോ, റോഡ് പോലും കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.